ഇഷ്ടപ്പെട്ട ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. പപ്പടവും കറിയും പിന്നെ പിന്നെ ചോറും ഫ്രൈഡ് റൈസ്, ചോറും പപ്പടവും തൈരും. പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു ഇന്നു മുതൽ നടപ്പായി തുടങ്ങി. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഓരോ സ്കൂളുകളിലും നൽകുന്നത്. സർക്കാർ നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ ഏതാനും സ്കൂളുകളിൽ പുതിയ മെനു അനുസരിച്ചുള്ള ഭക്ഷണം നൽകി തുടങ്ങിയിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ് ബിരിയാണി എന്നിവയിൽ ഒന്ന് നൽകണം. ഇവയ്ക്കൊപ്പം കൂട്ടുകറി, കുറുമ, അച്ചാർ എന്നിവ നൽകാനും നിർദ്ദേശമുണ്ട്. ധാന്യങ്ങൾ ചേർത്തുള്ള പായസം നൽകാനും നിർദ്ദേശമുണ്ട്. ഇന്ന് ചോറ്, സാമ്പാർ, കാബേജ് തോരൻ, പയറുതോരൻ, പായസം എന്നിവയാണ് നൽകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വെല്ലുവിളിയാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിർദ്ദേശം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് അധ്യാപകരും പ്രതികരിച്ചു. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ പുതിയ മെനു തുടങ്ങുകയുണ്ടായി. 2 ദിവസമായിട്ട് ബിരിയാണി കൊടുത്തു, അതുപോലെ ചിക്കൻ കറി കൊടുത്തു. ഫണ്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുവാനും നല്ല രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കൊടുക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കുട്ടികളിൽ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ മെനു പുറത്തിറക്കിയത്.